ശബരിമലയിലെ സ്വർണ്ണവാതിൽ കാണാനില്ലെന്ന് വെളിപ്പെടുത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ചെന്ന് പറയുന്ന സ്വർണ്ണവാതിൽ സ്ട്രോങ് റൂമിൽ ഇല്ലെന്ന് ദേവസ്വം ബോർഡ് തിരുവാഭരണം മുൻ കമ്മീഷണർ RG രാധാകൃഷ്ണൻ 2019 കോടതിയിൽ സമർപ്പിക്കാൻ ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ ഇങ്ങനെ ഒരു വസ്തു ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. 300 പേജ് വരുന്ന റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചതെന്നും രാധാകൃഷ്ണൻ ജനം TVയോട് പറഞ്ഞു. ജനം ബിഗ് ബ്രേക്കിംഗ്. ശബരിമലയിൽ സ്ഥാപിക്കാനുള്ള പണി പൂർത്തിയായ സ്വർണ്ണവാതിലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും നടൻ ജയറാമും പൂജ നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് 2019 ജൂൺ 16-ന്. ശബരിമലയ്ക്ക് കൊണ്ടുപോകുന്നതിന് മുന്നോടിയായാണ് പൂജ നടത്തിയത്. എന്നാൽ ഇക്കാലയളവിൽ സ്വർണ്ണവാതിൽ ശബരിമലയിൽ എത്തിയിട്ടില്ലെന്ന് തുറന്നു പറയുകയാണ് ദേവസ്വം ബോർഡ് തിരുവാഭരണം മുൻ കമ്മീഷണർ RG രാധാകൃഷ്ണൻ. കോടതിയിൽ സമർപ്പിക്കാൻ ഇൻവെന്ററി ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ ഇങ്ങനെയൊരു വസ്തു ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതായത് ഈ സ്വർണ്ണവാതിലെന്ന് പറയുന്നത് വലിയൊരു സാധനമാണ്. അപ്പം വെറുതെ ഒരു പാർട്ടായിട്ട് തടിയാണെങ്കിൽ ഇളക്കി പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് വയ്ക്കാം. പക്ഷേ ഇത് തടിക്കകത്ത് ഗോൾഡ് പ്ലേറ്റ് ചെയ്തെന്നാണ് പറയുന്നത്. അങ്ങനെ പ്ലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ സാധനമായിരിക്കണം. അങ്ങനെ ഒരു സാധനം ഈ നമ്മുടെ ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ, അതായത് കംപ്ലീറ്റ് സാധനങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് വെയിറ്റ് നോക്കി പാക്ക് ചെയ്ത് അത് തിരിച്ച് അതേപോലെ വെച്ച് അത് രജിസ്റ്ററിൽ എൻട്രി ചെയ്ത് റെഡിയാക്കി അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു 300 പേജ് വരും. അത് ഞാൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു സാധനം ഞാൻ കണ്ടിട്ടേയില്ല. 2019 ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലാണ് ഇൻവെന്ററി പരിശോധന നടത്തിയത്. ഇക്കാലയളവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ചെന്ന് പറയുന്ന സ്വർണ്ണവാതിൽ ആറന്മുളയിലെയും സന്നിധാനത്തെയും സ്ട്രോങ് റൂമിൽ ഉണ്ടായിരുന്നില്ല. ഇത്തരമൊരു ഉരുപ്പടി സമർപ്പിക്കപ്പെട്ടാൽ ഉണ്ടാകേണ്ട രേഖകളും ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് തിരുവാഭരണം മുൻ കമ്മീഷണർ വ്യക്തമാക്കുന്നത്. അതിന് മുമ്പാണല്ലോ ഇത് കൊണ്ടുപോയെന്ന് പറയുന്നത്. 2019 6-ാം മാസത്തിലും കണ്ടാണ് ഇത് കൊണ്ടുപോയെന്ന് ഓർഡർ കൊടുത്തെന്നും പറയുന്നത്. ഞാൻ വരുന്നത് 8-ാം മാസത്തിലാണ്. 8 മുതൽ 12 വരെ, 2019 12-ാം മാസം വരെ ഞാൻ അവിടെ ജോലി നോക്കിയിട്ടുണ്ട്. ഈ കാലയളവിനിടയ്ക്കാണ് ഒരു 2-2.5 മാസം കൊണ്ട് ഈ കംപ്ലീറ്റ് ആളിനെ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് ഇട്ട് കംപ്ലീറ്റ് വെരിഫൈ ചെയ്ത് സ്മിത്ത് ഉൾപ്പെടെ അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ഇട്ട് അതിനെ വെരിഫൈ ചെയ്ത് ലിസ്റ്റ് തയ്യാറാക്കി ഹൈക്കോടതിയിൽ 300 പേരുള്ള ലിസ്റ്റ് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ആ ലിസ്റ്റിനകത്ത് വന്നിട്ടില്ലെന്ന് വയ്ക്കുക. ശരി, അപ്പോഴില്ല. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞെങ്കിലും വരണ്ടേ? സ്വർണ്ണവാതിൽ കൊണ്ടുവന്നതിന് രേഖയുണ്ടെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. അങ്ങനെയൊരു രേഖയുണ്ടെങ്കിൽ സ്വർണ്ണവാതിൽ ആറന്മുളയിലെ സ്ട്രോങ് റൂമിലോ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസിലോ ഉണ്ടാകണം. അപ്പോൾ പ്രസിഡന്റ് ഇപ്പോഴത്തെ നിലവിലുള്ള പ്രസിഡന്റ് പറഞ്ഞു അത് ആധികാരികമായിട്ട് രേഖകൾ കണ്ടിട്ട് ആ സാധനം ഇവിടെ ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പുള്ളി പറയുന്നത്. അങ്ങനെ ആധികാരികമായിട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ സാധനം അവിടെ കാണണ്ടേ? തിരുവാഭരണം സൂക്ഷിക്കുന്നത് ആറന്മുള സ്ട്രോങ് റൂമിലാണ്. ആറന്മുള സ്ട്രോങ് റൂമിൽ ഈ സാധനം ഇല്ലെന്നുള്ളത് ഞാൻ ലിസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് കണ്ടിട്ടില്ല. ഇത്തരമൊരു വസ്തു ശബരിമലയിൽ ലഭിച്ചാൽ 3-ാം നമ്പർ റെസിപ്റ്റ് കൊടുക്കണം. ശേഷം 4-ാം നമ്പർ രജിസ്റ്ററിൽ ചേർക്കണമെന്ന് 2-ാം നമ്പർ രജിസ്റ്ററിൽ എൻട്രി ചെയ്യണം. ഇതിനുശേഷമേ സമർപ്പിക്കപ്പെട്ട വസ്തു ഭഗവാന്റെ സ്വത്തായി മാറുകയുള്ളൂ. ഇതിൽ ഏത് രേഖയാണ് പ്രസിഡന്റ് കണ്ടതെന്ന് മനസ്സിലാകുന്നില്ലെന്നും RG രാധാകൃഷ്ണൻ പറഞ്ഞു. ക്ഷേത്രത്തിൽ വരുന്ന ഒരു സ്വർണ്ണ ഉരുപ്പടി വന്നു കഴിഞ്ഞാൽ അതിനൊരു റെസീറ്റ് കൊടുക്കണം. ആ റെസീറ്റ് കൊടുത്താൽ അതൊരു എൻട്രി ചെയ്യണം ഒരു രജിസ്റ്ററിനകത്ത്, 2-ാം നമ്പർ രജിസ്റ്ററിനകത്ത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ആ ബന്ധപ്പെട്ട ഗ്രൂപ്പാണെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണർ, ഇവിടെ ആകുമ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസർ എഴുതണം ഇത് 4-ാം നമ്പർ രജിസ്റ്ററിൽ ചേർക്കണമെന്ന്. അങ്ങനെ 4-ാം നമ്പർ രജിസ്റ്ററിൽ ചേർത്ത് വന്നാൽ മാത്രമേ ഭഗവാന്റെ സ്വത്താവുന്നുള്ളൂ. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.